ആറാം ദിവസം കായേൻ മനുഷ്യരക്തം കൊണ്ട് മണ്ണിനെ മലിനമാക്കുന്നു. കർത്താവ് കായോനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ എവിടെ? അവൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ? കായേന് ദൈവം മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അരിശം കൊണ്ട് നടക്കുന്നവരുടെ പടിക്കൽ പാപം, പിശാച് പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. മാതാപിതാക്കൾ പാപം തുടഞ്ഞു വച്ചു. മക്കൾ കൂടുതൽ ഭീകരമായി തുടർന്നു. ചരിത്രം ചോരയുടെ പ്രവാഹമായി വിലാപങ്ങൾ ദിക്കുകളിൽ അലയടിച്ചു. സഹോദരങ്ങളെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. കുരിശുയുദ്ധങ്ങളുടെയും വധശിക്ഷകളുടെയും കളങ്കമേറ്റ സഭ ഇന്ന് വധശിക്ഷയെയും ഗർഭനശീകരണത്തെയും വിലക്കുന്നു. ന്യായമായ യുദ്ധം എന്നൊന്നില്ല വിചാരിക്കുന്നു. പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, എൻ്റെ പാപങ്ങളെ പ്രതി അതിതീവ്രമായ ദുഃഖവും കണ്ണുനീരും എനിക്ക് തരിക. ക്രോധത്തിൻ്റെ, പകയുടെ, പ്രതികാരത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ വഴികളിൽ നിന്ന് മാറാൻ എന്നെ അനുഗ്രഹിക്കുക. സമൂഹങ്ങളെയും രാജ്യങ്ങളെയും അനുഗ്രഹിക്കുക. ആമേൻ.